ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നമ്മുടെ ഓണപ്പരീക്ഷ എത്തിയിരിക്കുവാണ്. ഇനി ആകെ 20 ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഈ ഒരു മൊമെന്റിൽ പോലും നിങ്ങളുടെ മനസ്സിൽ പല പല സംശയങ്ങൾ ഉണ്ടാവും. സോ നിങ്ങളുടെ മനസ്സിലുള്ള ആദ്യത്തെ ഏറ്റവും വിലപ്പെട്ട സംശയം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഓണപ്പരീക്ഷയുണ്ടോ? കാരണം ഞങ്ങളുടെ സ്കൂളിലെ സിലബസ് ഒക്കെ ഒന്ന് എത്തിയിട്ടേ ഉള്ളൂ, രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ചാപ്റ്റർ എത്തിയിട്ടുള്ളൂ. ഇത് വെച്ച് ഞങ്ങൾക്കൊരു ഓണപ്പരീക്ഷ നടക്കാൻ സാധ്യതയുണ്ടോ? അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, സാറേ മഴയായിട്ട് കുറേ ദിവസം ഞങ്ങൾക്ക് ലീവായിരുന്നു, ഞങ്ങൾക്ക് പ്രോപ്പർ ക്ലാസ്സുകൾ കിട്ടിയിട്ടില്ല, സോ സിലബസ് കവർ ചെയ്യാത്തത് മൂലം ഞങ്ങൾക്ക് പരീക്ഷ ഉണ്ടാവാൻ സാധ്യതയില്ലായിരിക്കും അല്ലേ എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ആദ്യത്തെ സംശയം. രണ്ടാമത്തെ, അങ്ങനെ പരീക്ഷ ഉണ്ടെങ്കിലും അത് ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള ഒഫീഷ്യൽ എക്സാം ആയിരിക്കുമോ, അത് സ്കൂളുകാർ നടത്തുന്ന പരീക്ഷ ആയിരിക്കും? അടുത്തൊരു സംശയം എന്ന് പറഞ്ഞാൽ, ഏറ്റവും പ്രധാനപ്പെട്ട സംശയം എന്ന് പറഞ്ഞു വെച്ചാൽ, ഓണപ്പരീക്ഷ തന്നെയല്ലേ, തല പോകുന്ന പരീക്ഷയൊന്നും അല്ലാലോ, ഇതിലിപ്പോൾ മാർക്ക് കുറഞ്ഞാലും ഇപ്പം എന്താ പ്രശ്നം, നമുക്ക് ബോർഡ് എക്സാമിനോ അല്ലെങ്കിൽ മോഡൽ എക്സാമിനോ ഒക്കെ നല്ല മാർക്ക് നേടിയാൽ പോരെ? ഇതൊക്കെയായിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട സംശയം. ഇതിനുള്ള ഉത്തരവും ഇതിലേറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ പറ്റിയുമാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ തുടങ്ങുക. ഒന്നാമത്തെ കാര്യം, ഓണപ്പരീക്ഷ ഉണ്ടോ ഇല്ലയോ? തീർച്ചയായും ഒരു ഓണപ്പരീക്ഷ ഉണ്ടാവും, ഒരു സംശയവും നിങ്ങൾക്ക് അതിനകത്ത് വേണ്ട. അതിലേറ്റവും കൂടുതൽ സാധ്യത എന്ന് പറഞ്ഞാൽ ഒരു അൺഒഫീഷ്യൽ എക്സാം നടക്കാൻ തന്നെയാണ്. അഥവാ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാതെ ഒരു അൺഒഫീഷ്യലായ ഒരു പരീക്ഷ നടക്കാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതിനകത്തൊരു തർക്കവുമില്ല. അപ്പോൾ ഒരു അൺഒഫീഷ്യൽ എക്സാം ആകുമ്പോൾ വലിയ പ്രശ്നമില്ലല്ലോ എന്നായിരിക്കാം. പക്ഷെ മക്കളെ, നിങ്ങളൊരു കാര്യം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അഥവാ അതൊരു അൺഒഫീഷ്യൽ എക്സാം ആണെങ്കിൽ പോലും നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഓണപ്പരീക്ഷ എന്ന് പറയുന്നത്. നിങ്ങൾ എത്രത്തോളം ബ്രൈറ്റ് ആണെന്നും നിങ്ങൾ എന്താണെന്നും നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. കാരണം 10ാം ക്ലാസ്സിലെ A+കളുടെ കിലുക്കത്തിനൊന്നും ഇനി ഒരു പ്രസക്തിയുമില്ല. പുതിയ സ്കൂളാണ്, പുതിയ കൂട്ടുകാരാണ്, പുതിയ ക്ലാസ് ടീച്ചറാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. സോ അവർക്ക് നിങ്ങളെ തെളിയിച്ചു കൊടുക്കാനുള്ള ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റി അതാണ് ഓണപ്പരീക്ഷ എന്ന് പറയുന്നത്. പിന്നെ പുതിയ സിലബസ്, പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ, പുതിയ ക്വസ്റ്റ്യൻസ്, സോ ഇതൊക്കെ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ക്യാപ്പബിൾ ആണോ എന്ന കാര്യം നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ നിങ്ങളൊരു ഓണപ്പരീക്ഷയെ ശ്രദ്ധാപൂർവം ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിച്ചിരിക്കണം. എങ്കിലേ അതുകൊണ്ട് കാര്യമുള്ളൂ. സോ ഓണപ്പരീക്ഷയെ നമ്മൾ നേരിടുക തന്നെ വേണം, അതും വ്യക്തമായ പ്രിപ്പയറിങ്ങിലൂടെ. അപ്പോഴാണ് PYQ എന്ന് പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് വളരെയധികം പ്രാധാന്യം വരും. കാരണം 10ാം ക്ലാസ്സിൽ നിന്ന് +1 മാറ്റി നിർത്തുന്നതും അത് തന്നെയാണ്. +1 സംബന്ധിച്ച് അല്ലെങ്കിൽ +1 +2 സംബന്ധിച്ച് ക്വസ്റ്റ്യൻസ് പലപ്പോഴും നിങ്ങളെ കറക്കാറുണ്ടെങ്കിൽ പോലും ഒരു 60% ചോദ്യങ്ങളും അവസാനത്തെ 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അരച്ച് കലക്കിയ ഒരു കുട്ടിക്ക് നിസ്സാരമായി തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള 40% ക്വസ്റ്റ്യൻസ് അവിടെ മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. 60% ചോദ്യങ്ങളും അവസാനം 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചോദിച്ച ഡെറിവേഷൻസും അതിനകത്ത് ചോദിച്ച ഷോർട്ട് ക്വസ്റ്റ്യൻസും അതിനകത്ത് ചോദിച്ച കൺസെപ്റ്റ് ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസും തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ആ 60% ചോദ്യങ്ങൾ നമുക്ക് വളരെ നിസ്സാരമായി തന്നെ സ്പൂൺ ഫീഡ് ചെയ്യുന്ന കണക്ക് തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിങ്ങിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. സോ അത് ഏറ്റവും വിലപ്പെട്ട കാര്യം തന്നെയല്ലടാ. സോ അത് നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ പലരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ, സാറേ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് വേണമെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, അതിൻ്റെ സൊല്യൂഷൻ അതും എനിക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ പല സൊല്യൂഷൻസും കാണുമ്പോൾ ഞങ്ങളുടെ കിളി പാറുകയാണ്, ഞങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. എന്നോട് പല കുട്ടികളും സൊല്യൂഷൻസ് ക്രോപ്പ് ചെയ്ത് അയച്ചിട്ട് ഇത് എങ്ങനെയാണ് വന്നതെന്ന് ചോദിക്കാറുണ്ട്, ഈ മെത്തേഡ് ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കാറുണ്ട്. കാരണം ആ സൊല്യൂഷൻസ് ഒക്കെ വളരെ ഷോർട്ടായിരിക്കും, ആൻസർ കീസ് ഒന്നും നമുക്ക് പെട്ടെന്ന് ഡൈജസ്റ്റീവ് അല്ല. സോ എന്ത് ചെയ്യാം, എങ്ങനെ അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം മക്കളെ? അതിനുള്ള ബെസ്റ്റ് ഓപ്ഷൻ, ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സൈലത്തിൻ്റെ ആപ്പ് തന്നെയാണ്. ഞാൻ നിർബന്ധിച്ച് ഒരിക്കലും സൈലത്തിൻ്റെ ആപ്പിലോട്ട് നിങ്ങളെ ക്യാൻവാസ് ചെയ്യുകയല്ല, മറിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ ഇതിനും മികച്ചൊരു സൊല്യൂഷൻ ഇല്ല. നമ്മുടെ സൈലത്തിൻ്റെ ആപ്പ് നിങ്ങൾ പർച്ചേസ് ചെയ്തൊരു കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ കറൻ്റ്ലി അഗ്നി ബാച്ചിലൊരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ, നേരിട്ട് നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. സോ അതിനകത്ത് ക്ലാസ് 11 സ്റ്റേറ്റ് നമ്മൾ ആ പറയുന്ന നമ്മുടെ കോഴ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഒരു ഫോൾഡർ കാണാൻ പറ്റും. അതിന് ഏറ്റവും മുകളിൽ പേൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. പേൾ വിൻഡോ, റെക്കോർഡഡ് ക്ലാസ്സുകളുടെ വിൻഡോ ആണ് പേൾ എന്ന് പറയുന്നത്. അതിനകത്തോട്ട് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും താഴെ എല്ലാ സബ്ജക്റ്റുകൾക്കും താഴെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാൻ പറ്റും. അതിൽ നമ്മുടെ ഫിസിക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫിസിക്സ് ഓപ്പൺ ചെയ്താൽ ഫിസിക്സിൻ്റെ മുഴുവൻ ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റും എൻ്റെ മക്കൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ഇപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് നമ്മൾ എടുത്തു. അവിടെ ഒരു 33 മിനിറ്റിൻ്റെ ഒരു റെക്കോർഡഡ് വീഡിയോ എൻ്റെ മക്കൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? അത് ഫിസിക്സിനകത്തുള്ള അവസാന 5 വർഷത്തെ മുഴുവൻ ചോദ്യ പേപ്പറിൻ്റെയും ഉത്തരങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ബോർഡ് എക്സാമിൻ്റെ മാത്രമല്ല, അതിലുപരി
ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും അവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നോട്ട്സ് എവിടെ കിട്ടും? നോട്ട്സിൽ പോയി കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സ് ലഭിക്കും. അത് സ്ലൈഡ്സിൻ്റെ രൂപത്തിൽ വേണമെങ്കിൽ സ്ലൈഡ്സിൻ്റെ രൂപത്തിലും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച സ്ലൈഡ്സിൻ്റെ രൂപത്തിലും നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഓരോ വർഷത്തുമുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടും. സപ്പോസ് എനിക്ക് ഇതിലുപരി എനിക്ക് ആ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് കിട്ടിയാൽ എനിക്ക് സെൽഫായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യായിരുന്നു എന്ന തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിന് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ അടുത്ത സ്ലൈഡ്സിൻ്റെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് മാത്രമായ ഒരു PDF കാണാൻ പറ്റും. ആ PDF നിങ്ങൾക്ക് സെൽഫായി വർക്കൗട്ട് ചെയ്യാം. എന്നിട്ട് മനസ്സിലാവാത്തത് മാത്രം റെക്കോർഡഡ് കണ്ടന്റ് കണ്ടാൽ മതി. സോ എല്ലാ രീതിയിലും നിങ്ങളെ ഏറ്റവും ലളിതമായി തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ ആപ്പിനകത്ത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. സോ എല്ലാ ചാപ്റ്റേഴ്സും ഇതുപോലെ തന്നെയാണ് മക്കളെ. ഇപ്പോൾ ലോസ് ഓഫ് മോഷൻ എടുത്താൽ അതിനകത്തും ഇതുപോലെ 35 മിനിറ്റിന് റെക്കോർഡ് കണ്ടന്റ് ഉണ്ടാവും. സിമിലർ വേ അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ മാത്രമായ ഒരു സ്ലൈഡും ഉണ്ടാവും. നമ്മുടെ റെക്കോർഡിൻ്റെ സ്ലൈഡ് PDF ഉണ്ടാവും. സോ ഏത് രീതിയിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് തന്നെ അവസാനം 5 വർഷം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. സാറേ ഇപ്പോൾ നമ്മുടെ അഗ്നി ബാച്ചിനകത്ത് ജോയിൻ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ്? ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ്, ഒരിക്കലും അല്ല മക്കളെ. ഡെയിലിയുള്ള ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകൾസ് ഉണ്ട്, എക്സാംസ് ഉണ്ട്, PYQ ഉണ്ട്, എല്ലാം ഉണ്ട്. അതിലുപരി ഇവിടെ ഞാൻ പറയാൻ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീഡം ഓഫർ പ്രമാണിച്ച് 20% ഓഫാണ് നമ്മുടെ ടോട്ടൽ പ്രൈസിനകത്ത് വരുന്നത്. അഥവാ 20% കുറഞ്ഞ ഫീസ് കൊടുത്താൽ നിങ്ങൾക്കിപ്പോൾ നമ്മുടെ അഗ്നി ബാച്ച് സ്വന്തമാക്കാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും സാധാരണക്കാരിൽ സാധാരണപ്പെട്ട ഫാമിലിയിൽ നിന്നായിരിക്കും. സോ ഈ പറയുന്ന 4250 രൂപ പോലും നമുക്ക് അഫോർഡബിൾ ആവണമെന്നില്ല. സോ ആ മുഹൂർത്തത്തിലാണ്, ആ മൊമെൻറ്റിലാണ് 20% ഓഫ് സൈലം നിങ്ങൾക്ക് നൽകുന്നത്. എല്ലാവരും പഠിക്കണം, കേരളത്തിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളും പഠിക്കണം എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രം. സോ അതിനാൽ തന്നെ ഈ ഒരു അവസരം ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. മുഴുവൻ മാർക്കും നമുക്ക് നേടിയെടുക്കണം. ഓണപ്പരീക്ഷ നമുക്ക് ഗംഭീരമാക്കണം മക്കളെ. ഒട്ടും ലേറ്റ് ആക്കരുത്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ ഉറപ്പാക്കുക. നമുക്ക് കാണാം.